ഒരു വ്യക്തിയെ സാമ്പത്തികമായി തകർച്ചയിലേക്കോ അല്ലെങ്കിൽ കടക്കെണിയിലേക്കോ കൊണ്ടുപോകുന്ന 4 കാര്യങ്ങൾ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. 2 എണ്ണം 2 ദിക്കുകളുമായി ബന്ധപ്പെട്ടിട്ടും 2 എണ്ണം വീടിന്റെ ഫ്ലൈങ് സ്റ്റാറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുമാണ് ഞാൻ പറയുന്നത്. ഒന്ന്, നമ്മുടെ ഭാരതത്തിന്റെ വാസ്തുപ്രകാരം തെക്കു പടിഞ്ഞാറ് ഭാഗം, അതായത് കന്നിമൂല, സൗത്ത് വെസ്റ്റ് കോർണർ വളരെ വളരെ പ്രധാനപ്പെട്ട ദിക്കുകളിൽ ഒന്നാണ്. അപ്പോൾ നമ്മൾ ഒരു വീട് വെക്കുമ്പോൾ തെക്കു പടിഞ്ഞാറ് ഭാഗം എപ്പോഴും അടഞ്ഞു നിൽക്കണം. അതല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ പൈസ പോകും. ഇപ്പോൾ തെക്ക് പടിഞ്ഞാറ് ഭാഗം അടഞ്ഞു വരാതെ തുറന്നു പോകുന്ന അല്ലെങ്കിൽ പൈസ നഷ്ടപ്പെട്ടു പോകുന്ന നിർമ്മിതിയിൽ വരുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, നിങ്ങളുടെ വസ്തുവിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്താണ് നിങ്ങളുടെ വസ്തുവിലേക്ക് പ്രവേശിക്കാനുള്ള ഗേറ്റെങ്കിൽ നിങ്ങളെ പൈസ നിൽക്കില്ല. 2, നിങ്ങളുടെ വീടിൻ്റെ തെക്ക് പടിഞ്ഞാറ് മൂലയിലാണ് നിങ്ങളുടെ വീടിൻ്റെ പ്രധാന കവാടമെങ്കിലും നിങ്ങൾക്ക് അവിടെ പൈസ നിൽക്കില്ല. 3, വീട് പണിഞ്ഞപ്പോൾ തെക്ക് പടിഞ്ഞാറ് ഭാഗം ഒഴിച്ചിട്ടുകൊണ്ടാണ്, അതായത് വീടിൻ്റെ സ്ക്വയറോ റെക്ടാങ്കിൾ ഷേപ്പിലോ ചെയ്തപ്പോൾ സൗത്ത് വെസ്റ്റ് എന്ന് പറയുന്ന ഭാഗം നിങ്ങൾക്കില്ല, അവിടെ നിങ്ങൾ ഫ്രീ ആക്കി ഇട്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ആ ഭാഗത്ത് നിങ്ങളൊരു കാർ പോർച്ചാണ് പണിഞ്ഞിരിക്കുന്നത്, ഉറപ്പായിട്ടും പൈസ അവിടെ നിൽക്കില്ല. അപ്പം ദിക്കുകളെ സംബന്ധിച്ചിടത്തോളം കന്നിയിലുണ്ടാകുന്ന പിഴവ് നമ്മുടെ സമ്പത്തിനെ ഒഴുക്കിക്കളയും, അല്ലെങ്കിൽ സമ്പത്ത് ഒഴുകിപ്പോകുന്നത് നമ്മൾ അറിയാതെ പോകും. 2, വീടിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ദിക്കാണ് തെക്ക് കിഴക്ക്, അതായത് അഗ്നികോണ്, അതായത് സൗത്ത് ഈസ്റ്റ്. ആ തെക്ക് കിഴക്ക് മൂല ഫെങ്ഷു പ്രകാരം സമ്പത്തിൻ്റെ ദിക്കായിട്ടാണ് പറയുന്നത്. ആ സമ്പത്തിൻ്റെ ദിക്കിൽ നിങ്ങൾക്ക് ഒരു മിസ്സിങ്, അതായത് ഞാൻ തെക്ക് പടിഞ്ഞാറ് പറഞ്ഞതുപോലെ തെക്ക് കിഴക്ക് ഭാഗത്ത് നിങ്ങൾക്ക് ഒഴിഞ്ഞു കിടക്കുകയോ തെക്ക് കിഴക്ക് ഭാഗത്ത് നിങ്ങൾക്ക് ഒരു കാർ പോർച്ച് വരികയോ ചെയ്തിട്ടുണ്ടെങ്കിലും അവിടെ മിസ്സിംഗ് ആണ്, അവിടെയും പൈസയുടെ അധിക ചെലവുണ്ടാവും. 2 പറഞ്ഞു കഴിഞ്ഞാൽ, തെക്ക് കിഴക്ക് ഭാഗത്ത് വീടിനകത്തോ വീടിന് പുറത്തോ നിങ്ങൾക്ക് ഒരു ടോയ്ലറ്റ് വന്നിട്ടുണ്ടെങ്കിലും വലിയ കടബാധ്യതകൾക്ക് നിങ്ങൾക്ക് സാധ്യത ഉണ്ടാവും. 3, വീടിൻ്റെ പുറത്ത് തെക്ക് കിഴക്ക് ഭാഗത്ത് സെപ്റ്റിക് ടാങ്ക്, ബോർവെല്ല്, കിണർ, വേസ്റ്റ് വാട്ടർ ടാങ്ക് എന്നിവയുണ്ടെങ്കിലും കടബാധ്യതയ്ക്കുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അപ്പോൾ ഒരു കാരണവശാലും ദിക്കുകളിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പാടില്ല. ഇനി ഫ്ലൈങ് സ്റ്റാർ പ്രകാരം നിങ്ങളുടെ വീടിൻ്റെ പ്രധാന പ്ലാൻ എടുത്ത് അതിൻ്റെ ഫ്ലൈങ് സ്റ്റാർ എടുത്ത് നോക്കുമ്പോൾ നിങ്ങളുടെ വീടിൻ്റെ പ്രധാന വാതിലിൽ ഒരു 2-5 കോമ്പിനേഷൻ ആണെന്നുണ്ടെങ്കിൽ വളരെ വലിയ കടബാധ്യതകളിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാനായിട്ട് ഈ ഒരു സ്റ്റാർ മൂലം സംഭവിക്കുന്നതാണ്. അത്തരം സ്റ്റാർ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിന് റെമഡി ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ കിടക്കുന്ന ബെഡ്റൂമിൻ്റെ ഫ്ലൈങ് സ്റ്റാർ നമ്പർ എത്രയാണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഒരു 5-2 ആണ് അവിടുത്തെ കോമ്പിനേഷൻ എങ്കിലും ടോട്ടൽ ലോസിലേക്ക് എത്താനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ ഉറപ്പായിട്ടും നോക്കുക. നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഫിനാൻഷ്യൽ പ്രോബ്ലം ഉണ്ടെങ്കിൽ ഇതിലൊരു കാരണമാകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. അടുത്തത് നമുക്ക് നോക്കാവുന്നത് ഫെങ്ഷുയുടെ ചില ടൂളുകളാണ്. ഇത് നാച്ചുറൽ കലാബാഷ് അഥവാ ഉലു എന്ന് പറയുന്നതാണ്. ഇത് ഹെൽത്ത് മെച്ചപ്പെടുത്താനായിട്ട് ഫെങ്ഷുയിൽ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ്. ഇത് 6 മെറ്റൽ കോയിൻസ് ആണ്. ഇത് ഹെൽത്ത് പരമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ട് 2026 സംബന്ധിച്ചിടത്തോളം നോർത്ത് വെസ്റ്റ് ഭാഗത്ത് ഇത് ഹാങ് ചെയ്യാവുന്നതാണ്. ഇത് സിട്രിൻ എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റോൺസ് ആണ്. ഇത് നമുക്ക് നമ്മുടെ ക്യാഷ് ബോക്സിൽ വെക്കുകയാണെങ്കിൽ വെൽത്തിനെ അട്രാക്ട് ചെയ്യുമെന്നാണ് പറയുന്നത്. അതുപോലെ തൊഴിൽപരമായിട്ടുള്ള അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന മറ്റൊരു ടൂൾ എന്ന് പറയുന്നത് ഈ ഡ്രാഗൺ ടർട്ടിലിൻ്റെ റൂയിയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ടൂളുകൾ നമുക്ക് വലിയ വ്യത്യാസങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുമെന്ന് ചൈനീസ് വാസ്തുവിലയായ ഫെങ്ഷുയിൽ പറയുന്നു. എല്ലാവർക്കും എല്ലാ ഐശ്വര്യം ഉണ്ടാകുമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്തേ.